ഒരു പേടിയും തോന്നിയില്ല. വലിയ സൂക്കടാ, പഠിക്കാൻ വന്നാ പഠിച്ചിട്ട് പോയപ്പോ. മാഡം, വാട്ട്സ് ഓപ്ഷൻ സബ്ജക്ട്? അല്ല, നുണയാണോ ഐസി വിഷം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. മിസ്റ്റർ രവി, നിങ്ങൾ രാവിലെ എന്നെ വഴക്കിനാണോ? മിസ് മിനി, നിങ്ങളുടെ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, മഹാ അലവലാതിയാണ്. നിങ്ങളോ? വഴിക്ക് വെച്ച് മാരകായുധങ്ങൾ കാണിച്ച് ഇവിടെ ചേട്ടനെ ഞാൻ വരട്ടെയെന്ന് പോയി പറഞ്ഞിരിക്കുകയാണ് തന്തയോട്. നോട്ടം കണ്ടില്ലേ? ഉണ്ടക്കണ്ണി. തന്ത കോളേജ് കമ്മിറ്റിയുടെ പാറ്റേണാണെന്നുള്ള അഹങ്കാരമായിരിക്കും അല്ലേ? അതെ. എന്നാലേ ഈ വിരട്ടിലൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊപ്പരെ കൊപ്പര കച്ചവടക്കാരൻ ഗോപാലന്റെ മകളായതുകൊണ്ട് കൊപ്പരേന്ന് വിളിച്ചു. ഉത്തരവ്. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി എന്നെ പറ്റി നുണ പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ പ്രയോഗിക്കും. സൂക്ഷിച്ചോ. Good morning, students. Morning. Well, today I intend to give you a test in Shakespeare. Okay? Okay. Let us sketch the character of Julius Caesar. Why is he called a tragic hero? Sir, എന്താ മിസ് അനുരാധ? ഈ രവി എന്നെ ക്ലാസ്സിൽ വെച്ച് അധിക്ഷേപിച്ചു സർ. എന്താ വിഷയിച്ചു? കൊപ്രാന്ന് വിളിച്ചു. കൊപ്ര? വാട്ട് കൊപ്ര? കൊപ്പര സർ, കൊപ്പര. രവി, യു സ്റ്റാൻഡ് അപ്പ്. നിങ്ങൾ അനുരാധയെ കൊപ്ര എന്ന് വിളിച്ചോ? സാർ, ഈ ബാബു എന്നോട് ചോദിച്ചു തേങ്ങ ഉണക്കിയാൽ എന്താകുമെന്ന്. ഞാൻ പറഞ്ഞു കൊപ്പരയാകുമെന്ന്. കേട്ടില്ലേ സാർ? സൈലൻസ്. നോണ സാർ, നോണ. സത്യമാണ് സാർ, സത്യം. ആ ചീത്തവാക്കിന്റെ മുഖത്ത് നോക്കിയാണ് സാർ അയാൾ വിളിച്ചത്. സാർ, കൊപ്പര എന്ന വാക്കിന് ചീത്ത അർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. സൈലൻസ്. മേലാൽ ക്ലാസ്സിൽ വെച്ചോ പുറത്ത് വെച്ചോ കൊപ്ര എന്ന വാക്ക് ആരും ഉപയോഗിച്ചു വരുത്. നാളികേരം, കൊട്ടത്തേങ്ങ, ചകിരി എന്നീ വാക്കുകൾ ഉപയോഗിക്കാമോ സാർ? വേണ്ട. തേങ്ങയോ തേങ്ങയോട് ബന്ധപ്പെട്ട ഒരു പേരും ആരും ഉപയോഗിച്ചു വരുത്. ഇല്ല സാർ. അണ്ടർസ്റ്റാൻഡ്?